ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഭയങ്കര ചൂട്. ഈ അടുക്കളയിലൊന്നും ഇരിക്കാൻ പറ്റാത്ത ചൂട്. നമ്മളപ്പോൾ അടുക്കളയിലാണ് ഉള്ളത്. അടുക്കളയിൽ ഇരിക്കാൻ പറ്റാത്ത ചൂട്. അടുക്കളയിലൊക്കെ ഇങ്ങനെ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറക്കി വെച്ചേക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേ, എല്ലാ ദിവസവും നിങ്ങളെ അടപ്പായസം വെച്ചൊക്കെ കാണിച്ചു. നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ പ്രാവശ്യം അടപ്പായസം വെച്ച്. അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഒരാൾ അടപ്പായസം വയ്ക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അടപ്പായസം വയ്ക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മളതൊക്കെ വെക്കുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ ഞാൻ ആ വീഡിയോ എടുക്കുന്നില്ല. ആ വീഡിയോയിലെ അടപ്പായസം ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ രീതിക്ക് ഒരു അടപ്പായസം ഞാൻ വയ്ക്കാം. ഇത്രയും ദിവസം വെച്ചത് അമ്മയും ചേച്ചിയല്ലേ, അവർ വെക്കുന്നു, ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും സഹായത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ അടുക്കളയിലൊക്കെ ഓരോ കാര്യങ്ങൾക്കൊന്നും എനിക്കിതാണ് ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ് ഓരോ സാധനങ്ങൾ. എനിക്കിങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല. ഞാൻ വീൽ ചെയറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ സഞ്ചരിക്കാനൊന്നും പറ്റില്ല. അപ്പം എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യുന്നത് അവരുടെ കൂടെ സഹായത്തോടു കൂടി അവർക്ക് എല്ലാം എടുത്തുകൊണ്ടൊക്കെ തരണം, തേങ്ങയൊക്കെ തിരികെ തരണം. പക്ഷേ ഇതിൽ അവരുടെ ഒരാളുടെയും കയ്യൊപ്പ് പതിക്കാൻ ഞാൻ സമ്മതിക്കാതെ എൻ്റെ രീതിക്ക് ഞാൻ ഇന്നൊരു പായസം വയ്ക്കാൻ പോവുകയാണ്. അടപ്പായസം, പ്രഥമൻ, നമ്മുടെ പ്രഥമൻ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഭയങ്കര ചൂട്, ഇവിടെ നിൽക്കാനൊന്നും പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇത് വെക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാണാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രീതിക്ക് ചെയ്യാൻ പോകുന്ന അടപ്പായസത്തിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മൾ അട വേവിക്കാൻ പോവുകയാണ്. നമ്മൾ മംഗലത്തിലാണ് ചോറ് വയ്ക്കുന്നത്. ചോറും കറിയൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അട വേവിക്കാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാറ്. നിങ്ങൾ ഓരോ പടിയും കാണുക കേട്ടോ. ഇവരുടെ എല്ലാവരുടെയും സഹായം എനിക്ക് വേണം. നോക്കൂ, ഞാനാണ് അട പ്രഥമം വയ്ക്കാൻ പോകുന്നത്. ഇങ്ങോട്ടെടുക്കും. അടുത്തോട്ട് വരരുത്, എന്നാൻ്റെ ക്യാമറയുടെ അവിടെ നിന്നോ പൊട്ടിച്ചിട്ട് കുക്കറിലോട്ട് ഇടാം. നമ്മളിപ്പോൾ നോക്കിക്കോ, മഴ പെയ്യുന്നു. ആഹാ, ചൂട് സമയത്ത് വെയിലും മഴയും പൊടിയുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇട്ടോ. അപ്പോൾ നമ്മുടെ 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അട. ഇത് എല്ലാം ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് വെക്കുന്നത് കേട്ടോ. കുക്കറിൽ വേവിക്കുകയാണ്. ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ച് അതിലിട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണ്. നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചധികം വെള്ളം ഒഴിച്ച് നമുക്കങ്ങ് വെക്കാം. കുക്കർ അടുപ്പ് കത്തിച്ച് വെക്കാം. അടുപ്പ് കത്തിച്ചോ, കുക്കർ അടച്ച് ഇത് നമുക്കൊരു 3 വിസിൽ കേൾപ്പിക്കാം. 3 വിസിൽ കേൾപ്പിച്ചാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ഈ അടപ്പായസം കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ആരാണ് ഇവിടെ കഴിക്കുന്നവർ? നിങ്ങൾക്ക് തരാൻ പറ്റൂലല്ലോ എനിക്ക്. അപ്പോൾ ഓരോരോ പണികൾ ആരംഭിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ ഇവിടെ മഴ പൊടിഞ്ഞു തുടങ്ങി. നല്ല ചൂടുകൊണ്ട് ഒന്നുണ്ട്. അപ്പോൾ അമ്മച്ചി തേങ്ങ തിരുവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എല്ലാം എൻ്റെ ഇതാണെന്ന് പറഞ്ഞു. എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തേങ്ങ തിരുവാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് തേങ്ങ തിരുവാൻ പറ്റത്തില്ല. എനിക്ക് അതൊക്കെ എടുത്തുകൊണ്ടൊന്ന് വയ്ക്കാം, അതൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ സൗകര്യത്തിനുള്ളൊരു വീടുണ്ടെങ്കിൽ. എൻ്റെ സൗകര്യത്തിനൊരു വീടുണ്ടാവണമെങ്കിൽ ഞാൻ ഇനിയും കാതങ്ങൾ തണ്ടണം. അപ്പോൾ നമുക്ക് തേങ്ങ തിരുവുന്നത് കാണാം. ഇവിടെ ഒരു ആളുണ്ട്, ആ ആളിനെയും കാണിച്ചു. തേങ്ങ തിരുവുകയാണ്. തേങ്ങ തിരുവാനൊക്കെ പാടാണ്. ഇപ്പോൾ ചേച്ചി ഇവിടെ ഇല്ല, അവൾ ഇനിയേ വരുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങയൊക്കെ തിരികെയാണ്. കട്ടിക്കൊക്കെ വീഴുന്ന അടിക്കല്ലേ നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇവിടെ ഒരാളുണ്ട്, ഞാൻ കാണിച്ചു തരാം. പുതിയതായി ഈ വീടിൽ ഒരു അന്തേവാസി വന്നിട്ടുണ്ട്. വീടിനകത്ത് കയറാൻ സമ്മതിക്കില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അവിടെ ഇരുത്തിയേക്കോളൂ, പുറത്തിരുത്തിയേക്കും. അകത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു. അവിടെയൊക്കെ നടക്കുകയാണ്. ഫുഡ് ആരോ കൊണ്ട് എങ്ങനെയോ വന്നതാണ്, എൻ്റെ അമ്മ കൊണ്ട് കളഞ്ഞിട്ട് പോയതായിരിക്കും. നമ്മൾ അതിനെ മാനസി എന്ന് വിളിക്കുന്നു. നമ്മൾ പണ്ട് തൊട്ട് നമ്മുടെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ മാനസി എന്നാണ് വിളിച്ചത്. അതുകൊണ്ട് എത്ര പൂച്ച വന്നാലും നമ്മൾ മാനസി എന്നേ വിളിക്കും. വീടിനകത്ത് പട്ടി പൂച്ച നമ്മൾ കയറ്റത്തില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മളതൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ചൂട് കാരണം വലിയ പ്രശ്നം തന്നെ കേട്ടോ. ചൂട് കാരണം എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും മഴ നല്ലോണം ഒന്നും പെയ്തില്ല, ചൂട് കൂട്ടിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ അട വേവിച്ച് വെച്ചു. ഇനി നമ്മൾ ശർക്കര പാനിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ശർക്കര പാനി ഉണ്ടാകും. കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിടാം. നല്ല കറുത്ത ശർക്കരയാണ്. കറുത്ത ശർക്കര ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത പായസം കിട്ടാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് കറുത്ത ശർക്കര ആവുന്നത്. അട വേവിച്ച് വെച്ചിട്ടുണ്ട്. അട നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര അവിടെ ഇരുന്ന് പാനിയാവട്ടെ.
ശർക്കരപ്പാനി ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത വഴി തേങ്ങ തിരുവിയത് അരച്ചെടുക്കാം. ശർക്കര ഇങ്ങനെ പാനി ആയിട്ടുണ്ട്, അതവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് തേങ്ങ അടിച്ചെടുക്കാം. തേങ്ങാപ്പാൽ, ഒന്നാം പാലും രണ്ടാം പാലും. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അട നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി കുക്കറിൽ തന്നെ വേവിച്ച് വയ്ക്കാം. കുക്കറിൽ തന്നെ വേവിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. കുക്കറിൽ തന്നെ വേവിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ കുക്കറിൽ വേവിക്കാൻ പോവുകയാണ്. നമ്മുടെ അട വേവിച്ച കുക്കറിൽ അതിൽ തന്നെ ഇട്ട് നമുക്ക് ഇപ്പോൾ വേവിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അടപ്പായസം ഉണ്ടാക്കുന്നവർ പല രീതിയിലുണ്ടാക്കുന്നുണ്ട്. പല രീതിയിലുണ്ടാക്കി അതിനെ ഭയങ്കര ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പഞ്ചസാര മധുരമുള്ള ഒന്നും ഇഷ്ടമല്ല. അടപ്പായസമാണ് എനിക്ക് അങ്ങനെ, പിന്നെ കറുത്ത കളറിൽ ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറുത്ത കളറിലെ അടപ്പായസം ഉണ്ടാക്കുന്നത് ആണ് ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പോൾ എല്ലാവരും ഞാൻ ചവ്വരി ഇടുന്നത് കാണിക്കാമേ. അപ്പോൾ നമുക്ക് ചവ്വരി ഇട്ട് വേവിക്കാം. ആ കുക്കറിൽ തന്നെ നമ്മൾ ചവ്വരി ഇട്ട് വേവിക്കണം. അടയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്, എന്നിട്ട് വേവിക്കുകയാണ്. എന്നിട്ട് നമുക്കിത് കുക്കർ അടുപ്പിലോട്ട് വെക്കാം. കുക്കർ അടുപ്പിൽ വെച്ച് ഇപ്പോൾ നമ്മൾ 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി 100 ഗ്രാം എടുത്ത്, ശർക്കരപ്പാനി അല്ല, ശർക്കര 500 ഗ്രാം എടുത്ത്, പിന്നെ ചവ്വരി 100 ഗ്രാം എടുത്തു. ഇനി തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ എടുക്കും, നമ്മളിപ്പോൾ മൂപ്പിക്കും. ഇവിടെ എൻ്റെ ബാക്കിലേ ഈ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് എനിക്ക് ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്ത് വന്നു. അപ്പം ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം എൻ്റെ ഒരു ഐഡിയയാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ നട്ട്സ്, പിന്നെ കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും വാ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യ് ഒരു ഉരുളി വെച്ച് കൊടുത്ത് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് കുറച്ച് കൂടെ ഇടാം. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനൊക്കെ ഇവിടെ ഫ്രൈ ആക്കി എടുക്കും. കുറച്ച് നെയ്യ് ചൂടായി വന്നപ്പോൾ നമ്മൾ തേങ്ങാക്കൊത്താണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ തേങ്ങ ചെറുതായി അരിഞ്ഞ് വെച്ചതാണ്, നമ്മളതിട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നമുക്ക് മൂപ്പിക്കാം. ഇത് നന്നായിട്ട് മൂപ്പിക്കാമേ. അയ്യോ, നമ്മൾ തേങ്ങാക്കൊത്ത് മൂപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് മൈ രീതിയാണ്, മൈ രീതി, എൻ്റെ രീതി. അതായിട്ട് മൂക്കട്ടെ. എനിക്ക് അണ്ടിപ്പരിപ്പ് കപ്പലണ്ടി വേണമായിരുന്നു, അത് കിട്ടിയില്ല. നമ്മൾ അണ്ടിപ്പരിപ്പാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് തീ ഒന്ന് കുറയ്ക്കാമോ? കുറച്ച് നെയ്യ് കൂടി വേണോ ഇതിനെന്ന് തോന്നുന്നു. കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. വേണ്ട, നെയ്യുണ്ട്. ഇനി മുന്തിരി കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ മുന്തിരി കൂടി അതിൽ കിടന്ന്, മുന്തിരി നമ്മൾ കഴുകി എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അത് ഇട്ട് മൂപ്പിച്ച് നമുക്കത് പോരാ, നല്ല ടേസ്റ്റി ആയിട്ട് കോരി വയ്ക്കാം. ഇനി നമുക്കിത് കോരി എടുക്കാം. നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഇടാൻ പോകുന്നത് അടയാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇടും. നമ്മൾ അട ഇട്ട് കൊടുത്തു. അട ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടും. നെയ്യിൽ അട വരട്ടിയെടുക്കും. എനിക്ക് വെളിച്ചെണ്ണയുടെ രുചിയാണ് ഇഷ്ടം. എനിക്ക് നെയ്യുടെ രുചിയെക്കാട്ടി വെളിച്ചെണ്ണയുടെ രുചിയാണ് ഇഷ്ടം. പക്ഷേ അമ്മണെങ്കിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കറുത്ത ശർക്കര പാനി നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. അരിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അഴുക്കെല്ലാം പോവും. മാറ്റിക്കോ. ഓക്കെ, ഇനി നമുക്കിതിനെ ഇളക്കാം. എനിക്കൊരു കളറാന്ന് നോക്കിയേ. നല്ല കറുത്ത കളറുള്ള പായസമാണ് നമ്മളിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കിടന്ന് ഒന്ന് അടയും ശർക്കരപ്പാനിയും കൂടെ ഒന്ന് സെറ്റാവട്ടെ. അവൾക്ക് നമ്മളെ ചവ്വരി ഇട്ട് കൊടുക്കുന്നതാകുന്നു. ഇതെല്ലാം എൻ്റെ രീതിയാണ്. ഇത് എൻ്റെ രീതിയാണ്. അപ്പോൾ നമ്മൾ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആ അടുപ്പിനൊന്ന് ലീക്കാണ് ഗ്യാസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങെടുത്തു. ഈ അടുപ്പത്ത് ചെറുതായതുകൊണ്ടാണ് അവിടെ കൊണ്ടുവച്ചത്. ഇപ്പോൾ ഇങ്ങെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ വരട്ടിയെടുക്കാം നമുക്ക് നന്നായിട്ട്. ഇനി നമ്മളിതിലേക്ക് ചവ്വരി ഇട്ട് കൊടുക്കും. നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറുത്ത പായസം ഇവിടെ റെഡി ആയിട്ട് നമുക്ക് തട്ടാതെ ഇടണം. ഈ അടുപ്പിൽ ഈ ഉരുളി അത്ര സേഫല്ല. എൻ്റെ പിറത്തുകൂടെ ചരിഞ്ഞാൽ ഞാൻ ഓടാൻ പോലും പറ്റത്തില്ല. അപ്പം നമ്മൾ അപ്പോൾ അടപ്പായസം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുമാണ്. പലരും പല രീതിക്കായിരിക്കും ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുമാണ്. ഈ ചവ്വരിയാണ് ഒഴിച്ചു കൊടുത്തത്.
മതി. ഇനി ഇളക്കിക്കോ. ഒന്ന് ഇളക്കി ചവ്വരി ഇങ്ങനെ കിടക്കുന്നുണ്ട. ചൂടും കൂടെ ആയി. മഴ പെയ്തത് വെറുതെ ആയി. ചൂടും കൂടെ ആയപ്പം പ്രകാശം കുറവാണ് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണേ. ഇവിടെ പ്രകാശം കുറവാണ്. പ്രകാശൻ ഇവിടെ വരാറില്ല. പുറത്തോട്ട് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വിറകടുപ്പ് ചെയ്യാൻ നേരുന്ന എനിക്ക് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഈ സമയമൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ കയറ്റിയത്. നമ്മുടെ ചൗരിയൊക്കെ ഇട്ട് ഒന്ന് ഇതാകുന്നുണ്ട്. നമ്മളിനിപ്പോൾ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2ാം പാല് നമ്മൾ ഒരു 2.5 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട് റെഡി ആവട്ടെ. നമ്മുടെ അടപ്പായസം കുടിക്കാൻ എല്ലാവരും വായോ. നമുക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടി. ഇനി നമ്മൾ ചുക്കുപൊടി ഇടും. ചുക്കുപൊടി. ഇനി ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് പൊടി. ഓക്കെ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അടപ്പായസം ഇവിടെ റെഡി ആവുകയാണ് കൂട്ടുകാരെ. റെഡി ആവുകയാണ്. ലാസ്റ്റ് സെഗ്മെൻറ്റ് നമ്മളുടെ 1ാം പാൽ. നമ്മളിതിൽ പശുവും പാൽ. ഞാൻ മനസ്സിലായി എൻ്റെ രീതിയാണ്. ഇവിടെ ചെയ്യുമ്പോൾ പശുവും പാലൊക്കെ ചേർക്കും. ഞാൻ പശുവും പാലൊന്നും ചേർക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മളിതിൽ 1ാം പാലാണ് ചേർത്തേക്കുന്നത്. ഇനി ഇത് തിളപ്പിക്കൂല. അധികം തിളപ്പിക്കാതെ നമ്മൾ ഓഫ് ചെയ്യും. ഓക്കെ. നമ്മളുടെ അടപ്രഥമൻ ഇങ്ങനെ റെഡി ആകുന്നുണ്ട്. പ്രകാശമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രകാശമില്ല. അപ്പോൾ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ടാൽ മതി. ഇടുമ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ റെഡിയാവും. ഇനി ഇത് തണുക്കുമ്പോഴേ കുടിക്കാൻ പറ്റും. ഭയങ്കര ചൂടാണ്. കുടിക്കാൻ നേരത്ത് ഞാൻ ഒരു വീഡിയോ കൂടെ എടുക്കാമേ, കുടിക്കുന്ന വീഡിയോ. അപ്പോൾ ഇത്രയായിരുന്നു. ഇനി ലാസ്റ്റ് വർക്കും കൂടെ കഴിഞ്ഞിട്ട് നിർത്തും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ. ഞാനൊരു കുറേ കാര്യങ്ങളൂടെ പറയാം. അത് കഴിക്കാൻ നേരത്ത് പറയാമേ. ഇട്ടോ. അപ്പോൾ പായസത്തിൻ്റെ ലാസ്റ്റ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കാൻ നേരത്ത് കാണാം. ഇത് ഇങ്ങനെ ഒന്നിരുന്ന് കുറുകി പിടിക്കണം. അപ്പം നമുക്ക് കാണാം. ഇനി അധികം തിളപ്പിക്കണ്ട. ഓഫ് ചെയ്യാണ്. ഒരു സ്പെഷ്യൽ ഐറ്റമാണേ. അടപ്രഥമനാണ്. അടപ്രഥമൻ കഴിച്ചോക്കട്ടെ. അടിപൊളി, ഇഡലൻ, സൂപ്പർ പായസം. അമ്മു പൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇപ്പം സ്കൂളിലൊന്നും പോയി കുടിക്കാനുള്ള സാവകാശമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് ഇഷ്ടം. ഒത്തിരി നന്ദി, ഒത്തിരി സ്നേഹം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി കമന്റ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി വീഡിയോ കാണുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കാണുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലാം അഭിപ്രായങ്ങളൊക്കെ എഴുതുക.